കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വിദ്യാർത്ഥികളുടെയും യുവതയുടെയും പോരാട്ടത്തിന്റെ വിജയമാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് ഇത്. രാഷ്ട്രീയത്തിന് അതീതമായ പോരാട്ടമാണ് നടന്നത്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൽ മാപ്പ് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും യുവതയുടെയും ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് ഇന്ന് ഇന്ത്യ ദർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സമൂർത്ത രൂപമായിട്ട് ഏത് സമരങ്ങളെയും നേരിടാൻ എനിക്ക് ശക്തിയുണ്ട് എന്നുള്ള ധാർഷ്ട്യം കാണിച്ച പ്രധാനമന്ത്രി മുട്ടുമടക്കി പരാജയപ്പെടുന്ന ചിത്രം കൂടിയാണ്. കാരണം ഇത് മുൻപേ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ചോര ചിന്തൽ ഒഴിവാക്കാമായിരുന്നു. ഇത് കഴിഞ്ഞ 3 മാസക്കാലം പ്രത്യേകിച്ചായിട്ട് ഇന്ത്യ രാജ്യത്ത് മുഴങ്ങി കേൾക്കുന്ന ശബ്ദമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ വിശ്വാസ്യതയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? രക്ഷകർത്താക്കൾ എന്തിനാണ് ഇവനെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഈ ചോദ്യമാണ് ഇന്ത്യയിൽ അലയടിച്ചത്. 20-ൽ പരം കുട്ടികൾ സ്വന്തം ജീവൻ ഒടുക്കേണ്ട സാഹചര്യമുണ്ട്. അത് നമ്പറിലല്ല, എണ്ണത്തിലല്ല, ഒരു മഹാരാജ്യത്തിൻ്റെ കുരുന്നുകളുടെ സ്വപ്നങ്ങളെയാണ് അത് തകർത്തത്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള അവരുടെ കൂട്ടുകാരുടെ കൂട്ടായ്മയാണ് ഇത്ര വലിയ വിജയത്തിലേക്ക്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയിലെ കുട്ടികളും യുവതയും നടത്തിയ ഈ പോരാട്ടത്തിൽ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പോരാട്ടത്തിന് കരുത്തു പകരുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടം എംപിമാരെയും കൊണ്ടുള്ള എല്ലാ ചട്ടവട്ടങ്ങളെയും സുരക്ഷാ ക്രമങ്ങളെയും എല്ലാം പാറ്റിൽ പറത്തി സ്വന്തം ജീവൻ എന്തു പറ്റിയാലും ഈ കുട്ടികളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തപ്പെടണം എന്ന ചിന്താഗതിയോട് നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമാണ്.